വേനൽക്കാലത്ത് കേരളത്തിൽ നമുക്ക് ധാരാളമായി കിട്ടുന്ന വിഭവമാണ് മാങ്ങ. അതുകൊണ്ട് തന്നെ നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടാകുന്ന മാങ്ങ എന്ന് പറയുമ്പോൾ കീടനാശിനിരഹിതമായിരിക്കും. വേനൽക്കാലത്ത് മാങ്ങ കൊണ്ടുള്ളൊരു കറിയില്ലാത്ത ഉച്ചയൂണ് ഉണ്ടാവില്ല എന്നറിയാം. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ മാങ്ങാക്കറി എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമാങ്ങ കടുക് കറി ഉണ്ട്. അതൊക്കെ കാണാത്തവർ കാണണം. എപ്പിസോഡ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വീണ്ടുമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് മാങ്ങാക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായതെന്ന് നോക്കാം. മാങ്ങ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ ഒന്നിങ്ങനെ വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. സവാള വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു തണ്ട് വേപ്പില വേണം. ഇനി തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് വേണം. ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഈ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ തേങ്ങയുടെ 1/4 പാൽ നല്ല കട്ടിക്ക് 1/4 പാൽ എടുത്തിട്ടുണ്ട്. 2-3 പാൽ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് മീൻകറി സ്റ്റൈലിൽ ഒരു നല്ല മാങ്ങക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ചുമന്ന ഉള്ളി, അതായത് ചെറിയ ഉള്ളിയും മുളകും മഞ്ഞളും കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മാങ്ങ കഷ്ണങ്ങളെ ചട്ടിയിലേക്ക് ഇടാം. അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതവും ഇടാം. ഇനി നല്ലവണ്ണം ഇത് ഈ മാങ്ങ കഷ്ണങ്ങളുമായിട്ട് കഷ്ണങ്ങൾ നമ്മളിങ്ങനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കൊക്കെ ഈ അരപ്പ് നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഇത് നമുക്കിനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ നല്ലവണ്ണം മാങ്ങ കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള കഷ്ണം ചെറുതായി അരിഞ്ഞ ഇഞ്ചി കഷ്ണം, പച്ചമുളക് ഇട്ടോടുകൂടി തന്നെ വേപ്പിലിടുന്നു. ഇനി ഇതിനകത്തേക്ക് 2/4 പാലും 3/4 പാലും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത് ഒഴിക്കുന്നു. വെച്ച് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ കറി ഇവിടെ തിളച്ചു തുടങ്ങി. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതാ ഇപ്പോൾ വരുന്ന സ്മെല്ല് മാത്രം മതി. വായിലെ കപ്പൽ ഒടിക്കാൻ വെള്ളം വരുന്നുണ്ട്. കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നമ്മൾ 1/4 പാൽ ചേർത്ത് കൊടുക്കും. ഇനി തിള വന്നാൽ മതി. തിള വന്നു കഴിഞ്ഞു. നമുക്ക് ഓഫ് ചെയ്യാം. 2-3 ഡ്രോപ്പ് വെളിച്ചെണ്ണ ചേർക്കും. വളരെ രുചികരമായ ഒരു മാങ്ങാക്കറി റെഡിയായി കഴിഞ്ഞു.